മലയാളത്തിൽ വേറിട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടിയാണ് ബീന കുമ്പളങ്ങി. ഒരുപക്ഷെ ഈ ഒരു പേര് കേട്ടാൽ അധികമാർക്കും മനസ്സിലായെന്ന് വരില്ല. എന്നാൽ നിരവധി ഹാസ്യരംഗങ്ങളിലൂടെ വർഷങ്ങളായി മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടി കൂടിയാണ് ബീന. ദിലീപും കാവ്യമാധവനും നായികനായകന്മാരായി എത്തിയ സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിലെ വെടിക്കെട്ട് ജാനു എന്ന കഥാപാത്രം ആരും മറക്കാനിടയില്ല. ആ കഥാപാത്രത്തെ വളരെ രസകരമായി അവതരിപ്പിച്ചത് കുമ്പളങ്ങി ബീനയാണ്. എന്നാൽ ഇപ്പോൾ 60-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ബീന ആശ്രയിക്കാൻ ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു. അങ്ങനെ താരസംഘടനയായ അമ്മ ഒരു വീട് നിർമ്മിച്ചു നൽകുകയും പെൻഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഒരു വീട് പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ വീട്ടിൽ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. തന്റെ അനുജത്തിയും കുടുംബവും വീട്ടിൽ താമസിക്കുകയും ആ വീട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാനസികമായി ഉപദ്രവിക്കുന്നുവെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ നടി ബീന കുമ്പളങ്ങി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നടി സീമാജി നായരും ഉണ്ടായിരുന്നു. നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 3 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് നൽകാമെന്ന് അമ്മ സംഘടന പറഞ്ഞിരുന്നു. അങ്ങനെ ഇളയ സഹോദരൻ 3 സെന്റ് സ്ഥലം എനിക്ക് തന്നു. അതിൽ സംഘടന തനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു. തന്റെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു. ആ സമയം അവൾക്കൊരു സഹായകമാകുമല്ലോ എന്ന് കരുതി തന്റെ വീട്ടിൽ താമസിക്കുവാൻ സമ്മതിച്ചു. പക്ഷേ 2 ആഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കുവാൻ പറഞ്ഞുകൊണ്ട് പ്രശ്നമാണ്. സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് തന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞയാഴ്ച ഞാൻ ആത്മഹത്യ ചെയ്തു പോയേനെ. അത്രത്തോളം സംഭവങ്ങളാണ് എന്റെ വീട്ടിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി വരികയും നടി സീമാജി നായരെ വിളിക്കുകയുമായിരുന്നു. എനിക്ക് വേറെ വീടോ മറ്റു നിവർത്തിയോ ഇല്ലാത്തതിനാൽ ഒരു അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണെന്നും നടി ബീന കുമ്പളങ്ങി പറയുന്നു. വിഷയത്തെക്കുറിച്ച് നടി സീമാജി നായരും സംസാരിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി ചേച്ചി ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കയറി ഇടപെടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ചേച്ചി വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ ഞാൻ ഇടപെടുന്നത്. താൻ രക്ഷാധികാരി കൂടിയായ ജനസേവാ കേന്ദ്രത്തിലേക്ക് ചേച്ചിയെ മാറ്റുകയാണ്. ഇവിടെയുള്ളവർ നടിയെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചു വന്നിട്ടുമുണ്ട്. ഇനിയുള്ള ബാക്കി ജീവിതം വളരെ സമാധാനത്തോടെ ചേച്ചിക്ക് അവിടെ കഴിയാം. ഇത്രയും നാളും ചേച്ചിക്ക് ഭക്ഷണവും മരുന്നും ഒന്നും ലഭിക്കുന്നില്ലായിരുന്നു. ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആൾ കൂടിയാണ് ചേച്ചി. ആകെ കരച്ചിലായിരുന്നു വിളിക്കുമ്പോൾ. അത്രയും വേദനയിൽ നിൽക്കുകയാണിവർ. അമ്മ സംഘടന നിർമ്മിച്ചു നൽകിയ വീടാണ് അനുജത്തി കൈക്കലാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെ പുള്ളിക്കാരിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞതുമില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ വീട് അവർക്ക് എഴുതി കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. ചേച്ചിക്ക് 3-4 സഹോദരന്മാരുണ്ട്. അവരിൽ ആർക്കാണ് വീടെന്ന് പിന്നീട് ചേച്ചിക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ അത് വേണമെന്ന് പറയുകയും അതിനൊപ്പം തന്നെ മാനസിക പീഡനം കൂടി വന്നതോടെയാണ് ചേച്ചിയാകെ തളർന്നു പോകുന്നത്. വീട് വെക്കുന്ന അന്നു മുതൽ തുടങ്ങിയ പ്രശ്നമാണ് അവിടെ. പിന്നീട് വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇപ്പോൾ ബീന ചേച്ചിയുടെ ആരോഗ്യാവസ്ഥയൊക്കെ വളരെ മോശമാണെന്നും സീമാജി നായർ പറയുന്നുണ്ട്. അതേസമയം തന്നെ 18 വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതാണ് ബീന. എന്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചു. അവസാനമായപ്പോഴും എനിക്ക് ഒന്നുമില്ല. ഞാനെടുത്ത വസ്ത്രം പോലും മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു പോന്നതാണ്. സീമ ഫോൺ എടുത്തില്ലായിരുന്നുവെങ്കിൽ താൻ ആത്മഹത്യ ചെയ്തിരുന്നേനെ എന്നാണ് ബീന പറയുന്നത്. അതേസമയം തന്നെ വർഷങ്ങൾക്ക് മുൻപ് കലാഭവനിൽ കുറച്ചു നാളത്തെ നൃത്തപഠനം ചെയ്തിട്ടുണ്ട് ബീന. അതിനുശേഷമാണ് സിനിമയിലെത്തുന്നത്. ചാപ്പ, കള്ളൻ പവിത്രൻ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. കള്ളൻ പവിത്രനിലെ ദമയന്തി എന്ന കഥാപാത്രമാണ് ബീനയെ മലയാള സിനിമയിൽ ശ്രദ്ധേയാക്കി മാറ്റുന്നത്. പിന്നീട് വിവാഹിതയായ ബീന കുറെ കാലം സിനിമയിൽ നിന്നൊക്കെ വിട്ടുനിന്നിരുന്നു. ഷാർജ ടു ഷാർജ, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു, സദാനന്ദന്റെ സമയം, ക്രോണിക് ബാച്ചിലർ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.